Hello, say cheers. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി കാന്താ പോഹ. പോഹ നമ്മുടെ അവിൽ ഉപ്മാവ് പോലത്തെ നോർത്ത് ഇന്ത്യൻ രീതിയിൽ ഉണ്ടാക്കണതിനെയാണ് നമ്മൾ പോഹ എന്ന് പറയുന്നത്. ഞാനിവിടെ 1.5 കപ്പ് അവിലെടുക്കുന്നുണ്ട്. ഞാനിവിടെ വെള്ള കളർ അവില എടുത്തിരിക്കുന്നത്, ചുമന്ന അവിലല്ല. പിന്നെ ഇതൊരു സൗത്ത് ഇന്ത്യൻ ഡിഷ് അല്ലാത്തത് കൊണ്ട് വൈറ്റ് അവിൽ തന്നെയാണ് ഇതിനെടുക്കാറ്. പോഹ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കനം കുറഞ്ഞ അവിലെടുക്കണ്ട, കുറച്ച് കട്ടിയുള്ള വെറൈറ്റി എടുത്തിട്ട് അതിനെ കഴുകി ഇതുപോലെ വെള്ളം വാരാനായിട്ട് വെക്കണം. എന്നിട്ട് അതിൽ ഒരു 1/2 സ്പൂണ് പഞ്ചസാരയും 1/2 സ്പൂണ് ഉപ്പും ഇട്ട് ഒന്ന് ഇളക്കി വെക്കണം. ഉപ്പ് നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് ഇടണം. പഞ്ചസാര പിന്നെ വേണമെങ്കിൽ ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് പീനട്ട്സ് ഇട്ട് കൊടുക്കുക, നമ്മുടെ നിലക്കടല ഇട്ട് കൊടുക്കുക ആവശ്യമനുസരിച്ചിട്ട്. നിലക്കടല ഈ പോഹയുടെ ഇടയിൽ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ ചിലവർക്ക് അത്ര ഇഷ്ടമാവില്ല, ഇഷ്ടമല്ലെങ്കിൽ കുറച്ചിട്ടാൽ മതി. ഇതൊന്ന് വറുത്ത് കോരി വെക്കണം. ഇനി ആ പാനിലേക്ക് കുറച്ചുകൂടെ എണ്ണ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടിയ ശേഷം അതിലേക്ക് 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കുക. ഇനി നല്ല ജീരകത്തിന് പകരം പെരുംജീരകം വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാട്ടുള്ളൂ. പിന്നെ അതിലേക്ക് 1 മീഡിയം സൈസ് ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വതക്കിയെടുക്കണം. ഉള്ളി ഒന്ന് വതങ്ങുമ്പോൾ നമുക്ക് കുറച്ച് കരുവേപ്പിൻ്റെ ഇല അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനെയൊക്കെ കൂടി ഒന്ന് വതക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വതക്കിയെടുക്കണം. നമുക്ക് വേണമെങ്കിൽ ഒരു 2 ടീസ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാതിരിക്കും. ഇതൊന്ന് നന്നായി വതങ്ങിയ ശേഷം നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന അവിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അവിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നിലക്കടല കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ബാക്കി ഗാർണിഷിങ്ങിന് എടുത്ത് വയ്ക്കുക. ഇതൊക്കെ കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കുക. ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസ് എടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇനി ഒരു 5 മിനിറ്റ് അതിനെ അടച്ചു വെക്കുക. ഈ പോഹ ഒരു പ്ലേറ്റിലെടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് വറുത്ത് വെച്ചിരിക്കുന്ന നിലക്കടല ഒന്ന് വിതറി കൊടുക്കുക. കുറച്ച് ചെറുതായി അരിഞ്ഞ മല്ലിയില അതിൻ്റെ മുകളിൽ തൂവി കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് സേവ് ഇട്ട് കൊടുക്കുക. നൈലോൺ സേവ് എന്നൊക്കെ പറഞ്ഞ് കിട്ടുമല്ലോ പാക്കറ്റിൽ. ഈ പോഹ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്, കഴിക്കാനും നല്ല സ്വാദം ഉണ്ടാകും. ഈ സേവ് ഇടുന്നതൊക്കെ ഓപ്ഷണലാണ് കേട്ടുള്ളൂ, ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, പക്ഷെ ഇട്ടാൽ നല്ല സ്വാദാണ്. പിന്നെ അവസാനമായിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചെറുതായി നുറുക്കിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ഇതൊരു ഉഗ്രൻ റെസിപ്പിയാണ് കേട്ടോളൂ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരം സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാം. വേണമെങ്കിൽ കുറച്ച് നാരങ്ങ മുകളിൽ കൂടെ പിഴിഞ്ഞിട്ട് അങ്ങനെയും കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യൂട്ടോളൂ. താങ്ക് യു. ബൈ ബൈ.